നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സൊന്ന് തെറ്റിയാൽ നാം ഭ്രാന്തരാണ്, ശരീരം തളർന്നാൽ നാം രോഗിയാണ്, ശ്വാസം നിലച്ചാൽ നാം ജീവനില്ലാത്ത ജഡവുമാണ്. നാം സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ 3 കവാടത്തിലൂടെ കടന്നു പോകേണ്ടത് അനിവാര്യമാണ്. ഇത് സത്യമാണോ? ഇത് ആവശ്യമുള്ളതാണോ? ഇത് ദയയുള്ളതാണോ? നടൻ ശ്രീനിവാസന്റെ സിനിമയിലെ ചില നാൾ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. നടൻ ശ്രീനിവാസനും ഞാനും തമ്മിൽ അടുത്തിടപഴകാൻ വഴിവെച്ചത് എന്റെ ഒരു സിനിമയിലെ ഡബ്ബിങ്ങിലൂടെയാണ്. എന്റെ ആദ്യ ചിത്രമായ ഒരു മാടപ്രാവിന്റെ കഥയിൽ മമ്മൂട്ടി ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു. മമ്മൂട്ടിയുടെ ഡബ്ബിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചു. പിന്നീട് മമ്മൂട്ടിയുടെ ഡബ്ബിങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ആ സമയത്ത് മമ്മൂട്ടി ഉയർച്ചയിലേക്ക് കുതിച്ചുയരുന്ന സമയവും പറന്ന് നടന്ന് അഭിനയിക്കുന്ന സമയവുമായിരുന്നു. അപ്പോൾ മമ്മൂട്ടി ഊട്ടിയിൽ മറ്റൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു. അവിടെ നിന്ന് വരുവാനുള്ള ബുദ്ധിമുട്ട് എന്നെ അറിയിച്ചിരുന്നു. നിശ്ചയിച്ചുറപ്പിച്ച റിലീസിംഗ് തീയതി മാറ്റിവെക്കാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ മമ്മൂട്ടിയുടെ ശബ്ദം മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ശ്രീനിവാസന്റെ അന്നത്തെ ശബ്ദമായിരുന്നു. മമ്മൂട്ടിയുടെ അന്നത്തെ ശബ്ദത്തിന് ശ്രീനിവാസന്റെ ശബ്ദവുമായി കുറച്ചൊക്കെ സാമ്യമുണ്ടായിരുന്നു. ഞാൻ ശ്രീനിവാസനെ കാണുവാനായി അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിലെത്തി. ശ്രീനിവാസന്റെ അന്നത്തെ അവസ്ഥ അല്പം പരിതാപകരമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് കാര്യം അവതരിപ്പിച്ചു. അതായത് മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദം നൽകണമെന്ന്. മമ്മൂട്ടി പ്രശ്നമുണ്ടാക്കുമോ എന്ന് അപ്പോൾ ശ്രീനി ചോദിച്ചു. അക്കാര്യം എനിക്ക് വിട്ടേര്, ഞാൻ മമ്മൂട്ടിയോട് സംസാരിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ 750 രൂപ ഫിക്സ് ചെയ്ത് ശ്രീനിവാസൻ ആ പടത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി ശബ്ദം നൽകി. അന്ന് ആരും ആ ശബ്ദ വ്യത്യാസം തിരിച്ചറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതിന്റെ പേരിൽ മമ്മൂട്ടി പിന്നീട് ശ്രീനിവാസനെ വിളിച്ച് വഴക്ക് പറഞ്ഞ് ചൂടായി എന്ന് ഞാൻ അറിഞ്ഞു. ശ്രീനിവാസൻ പുല്ലാങ്കുഴി എന്ന ചിത്രത്തിൽ കാർത്തികൻ സാംബശിവന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ഒരു മുത്തശ്ശിക്കഥ എന്ന ചിത്രത്തിൽ ത്യാഗരാജന് വേണ്ടി ശബ്ദം നൽകിയിരുന്നത് ശ്രീനിവാസനായിരുന്നു. എന്നാൽ ആ ശബ്ദം തിയേറ്ററിൽ പ്രേക്ഷകർ അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. ശ്രീനിവാസൻ ശ്രീനിവാസൻ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. മുത്തശ്ശിക്കഥ എനിക്കേൽപ്പിച്ച ആഘാതത്തിൽ നിന്നും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായി പ്രിയദർശൻ അന്ന് എന്നോട് പറഞ്ഞു, തന്നെ ഞാനൊരു നടനാക്കി മാറ്റും. എന്റെ അടുത്ത പടത്തിൽ തനിക്കായി നല്ലൊരു വേഷം ഞാൻ വെച്ചിട്ടുണ്ട്, അതോടെ താൻ രക്ഷപ്പെടും. ആ സമയത്ത് പ്രിയദർശന്റെ തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയദർശൻ എന്റെ മുഖത്ത് നോക്കി ചിരിക്കും. എന്നിട്ട് പറയും, കറക്റ്റ് ഫിഗറാണ് എന്ന് പറഞ്ഞ് അപ്പക്കാള എന്ന് വിളിക്കും. എനിക്കപ്പോൾ ഒന്നും പിടികിട്ടിയില്ല. പ്രിയദർശന്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സായ VR ഗോപാലകൃഷ്ണനും മുരളി നാഗവള്ളിയും ഒക്കെ ഞാൻ ചെല്ലുമ്പോൾ ആ അപ്പക്കാള വന്നല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അങ്ങനെ 3-4 മാസം ഈ അപ്പക്കാള എന്ന കഥാപാത്രത്തിന്റെ പേര് നിരന്തരം പറഞ്ഞ് എന്നിൽ അഭിനയമോഹം ജനിപ്പിച്ചു. ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പ്രിയൻ എന്നോട് പറയുന്നു, അഷ്റഫെ, കഥ എഴുതി വന്നപ്പോൾ ഈ ചിത്രത്തിൽ ശ്രീനിവാസന് റോളുകളൊന്നുമില്ല. തനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന ആ വേഷം ഞാൻ ശ്രീനിവാസനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ശ്രീനിവാസന് എന്നോടൊപ്പം വേണ്ടത് ഇപ്പോൾ എന്റെ ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് തനിക്ക് എന്നോട് വിഷമമൊന്നും തോന്നരുത്. അഷ്റഫിന് ഞാൻ പിന്നീട് എന്തെങ്കിലും ചെയ്യാം. എനിക്കപ്പോൾ നന്നായി വിഷമം തോന്നിയെങ്കിലും ഞാനത് പുറത്ത് കാണിച്ചില്ല. എനിക്കപ്പോൾ തോന്നിയത്, പ്രിയദർശൻ പറഞ്ഞത് ശരിയാണല്ലോ, ശ്രീനിവാസൻ അപ്പോൾ മാർക്കറ്റ് ഉണ്ട്, പ്രിയനെ കഥയിൽ സഹായിക്കുകയും ചെയ്യും. ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റ് സെൻസ് അപാരം തന്നെയാണല്ലോ. എന്റെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന്റെ തിരക്കഥയിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ചത് ശ്രീനിവാസനായിരുന്നു. കഥയും തിരക്കഥയും ഒക്കെ പ്രിയദർശന്റെ ആയിരുന്നുവെങ്കിലും എന്റെ രക്ഷകനായി എത്തിയത് ശ്രീനിവാസനായിരുന്നു. തട്ടിപ്പ് ജോത്സ്യനായ ജഗതി ആ പടത്തിൽ പറയുന്ന ഡയലോഗുകളിൽ പോലും ശ്രീനിവാസന്റെ ടച്ച് ഉണ്ടായിരുന്നു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതൊന്നും പരമമായ സത്യങ്ങളായി കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന എന്ന് തുടങ്ങുന്ന ഡയലോഗുകളെല്ലാം ശ്രീനിവാസന്റെ തൂലികയിൽ നിന്ന് വന്നതാണ്. ശ്രീനിവാസൻ എന്ന അതുല്യ പ്രതിഭയുടെ കഴിവുകളെ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് സത്യൻ അന്തിക്കാടും പ്രിയദർശനും ഒക്കെയാണ്. സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന സൃഷ്ടികളൊക്കെ അമൂല്യങ്ങളായിരുന്നു. സന്ദേശം, വരവേൽപ്പ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, പട്ടണപ്രവേശം, നാടോടിക്കാറ്റ് എന്നിവയൊക്കെ അതിൽ ചിലത് മാത്രമാണ്. പ്രിയദർശന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു സാന്നിധ്യമായിരുന്നു ശ്രീനിവാസന്റേത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള
കഥാകാരന്മാരുടെ പേരുകൾ പരിശോധിച്ചാൽ അതിൽ ശ്രീനിവാസന്റെ സ്ഥാനം മുകളിൽ തന്നെയായിരിക്കും. ശ്രീനിവാസൻ സ്വന്തമായി കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ഒട്ടുമിക്ക ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. വടക്കു നോക്കി യന്ത്രം, ചിന്താവിഷ്ടയായ ശ്യാമള, ഇതൊക്കെ എങ്ങനെ മറക്കാൻ കഴിയും? സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ നർമ്മം കലർത്തി പ്രേക്ഷകരുടെ മുൻപിൽ എത്തിച്ച് കയ്യടി വാങ്ങിയിട്ടുള്ളവയാണ് അതിലധികവും. അങ്ങനെ മലയാള സിനിമയിൽ ശ്രീനിവാസൻ ഒരു വ്യക്തിയായിട്ടല്ല, ഒരു മഹാപ്രസ്ഥാനമായിട്ടാണ് നിലയുറപ്പിച്ചിരുന്നത്. ശ്രീനിവാസൻ മോഹൻലാൽ കോമ്പിനേഷനുകൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടവയായിരുന്നു. ഇവരുടെ കോമ്പിനേഷനുകളിൽ പിറവികൊണ്ട മിക്ക ചിത്രങ്ങളും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റിയിട്ടുണ്ട്. സംവിധായകൻ റോഷൻ ആൻഡ്രോസിന്റെ ആദ്യ ചിത്രമായ ഉദയനാണ് താരം എന്ന ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒക്കെ ശ്രീനിവാസന്റേതായിരുന്നു. പ്രിയദർശനുമായുള്ള സമ്പർക്കം മൂലമാകാം ഈ ചിത്രം ഒരു കോപ്പിയടി ചിത്രമായത്. ഉദയനാണ് താരം എന്ന ചിത്രം ഒരു ഇംഗ്ലീഷ് ചിത്രത്തിന്റെ കോപ്പിയടിയായിരുന്നു എങ്കിലും മലയാളത്തിലത് വൻപിച്ച വിജയമായി മാറുകയാണ് ഉണ്ടായത്. ഈ സിനിമയിൽ ശ്രീനിവാസൻ അഭിനയിച്ച് ഹിറ്റാക്കിയ സരോജ് കുമാർ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ആ കഥാപാത്രത്തെ തന്നെ നായകനാക്കിക്കൊണ്ട് ശ്രീനിവാസൻ തന്നെ കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതി സജിൻ രാഘവൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ. ഈ ചിത്രം കണ്ടിറങ്ങിയ മോഹൻലാൽ ആരാധകർക്ക് കടുത്ത വേദനയും അമർഷവും ഉളവാക്കി. മോഹൻലാലിന് പത്മശ്രീ കിട്ടിയതിനെയും കേണൽ പദവി കിട്ടിയതിനെയും ഒക്കെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. പ്രഥമ ദൃഷ്ട്യ അവർ തമ്മിലുള്ള സൗഹൃദം ഊഷ്മളമായിരുന്നു എങ്കിലും അന്തർധാര അത്ര സജീവമായിരുന്നില്ല എന്ന് വേണം കരുതാൻ. മോഹൻലാലിനോട് ചേർന്ന് നിന്ന പലർക്കും ഇത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണം സന്തോഷ് പണ്ഡിറ്റിനെ നായകനാക്കി ശ്രീനിവാസന്റെ ചെയ്തികളെ തുറന്നു കാട്ടി ആക്ഷേപിക്കും വിധം ഒരു ചിത്രം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ മോഹൻലാൽ ഇടപെട്ട് ആ ശ്രമത്തെ തടയുകയാണ് ഉണ്ടായത്. എന്നാൽ മോഹൻലാലും ശ്രീനിവാസനും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീണിരുന്നു എന്നതായിരുന്നു സത്യം. കാലം അതിനെയും മായ്ച്ചു കളഞ്ഞു. മോഹൻലാൽ ശ്രീനിയോട് ക്ഷമിച്ചു. മോഹൻലാൽ എന്ന വലിയ മനുഷ്യന്റെ നല്ല മനസ്സാണ് നാം ഇവിടെ കാണേണ്ടത്. എന്നാലും ശ്രീനിവാസൻ പലപ്പോഴും മോഹൻലാലിനിട്ട് കൊട്ടുകൊടുക്കാറുണ്ട്. അത് പ്രേം നസീറിനെ വേദനിപ്പിച്ചിട്ടുള്ള കാര്യത്തിലായാലും മോഹൻലാൽ ഷാൾ അണിയിപ്പിച്ച് സ്നേഹത്തോടെ ഉമ്മ കൊടുത്ത സന്ദർഭത്തിലായാലും നടന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒരിക്കൽ ഒരു അവസരം ലഭിച്ചപ്പോൾ ഞാൻ എന്റെ ഒരു അഭിപ്രായം ശ്രീനിയോട് തുറന്നു പറഞ്ഞിരുന്നു. സരോജ് കുമാറിന് കേണൽ പദവി ലഭിക്കുന്ന ഭാഗം ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ ചിത്രം ആരെയും വേദനിപ്പിക്കില്ലായിരുന്നു, അതൊരു വിജയവുമാകുമായിരുന്നു. എന്റെ ഈ അഭിപ്രായത്തോട് ശ്രീനി പ്രതികരിച്ചത് ദീർഘമായ ഒരു മൗനത്തിലൂടെയായിരുന്നു. ആരോഗ്യം, ഭക്ഷണം, സാമ്പത്തികം, രാഷ്ട്രീയം, അങ്ങനെ ശ്രീനി കൈവയ്ക്കാത്ത മേഖലകൾ ഇനി ബാക്കിയില്ല. അണികളെ ബലി കൊടുത്ത് സ്വന്തം മക്കളെ ആദർശത്തിന്റെ വേലിക്കപ്പുറത്തേക്ക് പറത്തിവിടുന്ന ആധുനിക നേതാക്കളെ വരെ ശ്രീനി നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയും ആരുടെ മുൻപിലും സ്വന്തം വ്യക്തിത്വം അടിയറവ് വെക്കാത്ത ആളായിരുന്നു ശ്രീനി. തന്റെ അഭിപ്രായം എന്തു തന്നെ ആയാലും ഏത് കൊലകൊമ്പന്റെയും മുഖത്തു നോക്കി കൂസലന്യെ പറഞ്ഞിരുന്നു. ശ്രീനിവാസന്റെ രണ്ട് ആൺമക്കളും ഇന്ന് സിനിമയിൽ സജീവമാണ്. വിനീത് ശ്രീനിവാസൻ അഭിനയം, കഥ, തിരക്കഥ, സംഭാഷണം, പാട്ട് എന്നിവയിലൊക്കെ പേരെടുത്തുവെങ്കിലും സ്വന്തം ജീവിതാനുഭവങ്ങളെ നർമ്മം കലർത്തി അവതരിപ്പിച്ച് കാണികളുടെയും പ്രേക്ഷകരുടെയും മനസ്സിൽ സ്ഥാനമുറപ്പിച്ച വ്യക്തിത്വമാണ് ധ്യാൻ ശ്രീനിവാസന്റേത്. ഒരു നടൻ എന്ന നിലയിൽ ആളൊരു പരാജയമാണെങ്കിലും ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി വേഷമിടാൻ ധ്യാനിന് കഴിഞ്ഞു. കുട്ടികളുടെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ ശ്രീനിവാസൻ ഭാഗ്യവാനും സന്തുഷ്ടനുമാണ്. ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ആളുകളായിരുന്നു ശ്രീനിവാസനും മമ്മൂട്ടിയും ഒക്കെ. സകല അസുഖങ്ങൾക്കും കാരണം പലരുടെയും ഭക്ഷണ രീതിയാണെന്നാണ് ശ്രീനിയുടെ പക്ഷം. ഇവർ രണ്ടുപേരും രാസവളങ്ങളും കീടനാശിനികളും ഇല്ലാതെ ജൈവ വളങ്ങൾ ഉപയോഗിച്ച് സ്വന്തമായി കൃഷി ചെയ്ത സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷണക്രമങ്ങളാണ് പുലർത്തിയിരുന്നത്. ശ്രീനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണത്തിലെ വിഷം മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. എന്നാൽ മദ്യവും പുകവലിയും കൊണ്ടുള്ള ദോഷവശങ്ങളെ കുറിച്ച് പുള്ളി അപ്പാടെ മറക്കുകയാണ് ഉണ്ടായത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കാത്ത കൊച്ചിൻ അനീഫയ്ക്ക് വന്നത് സാധാരണ മദ്യപാനികൾക്ക് വരാറുള്ള ലിവർ സിറോസിസ് എന്ന വ്യാധിയാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ജീവിതം ഒരു ആഘോഷമാക്കി മാറ്റിയ മധുസാർ 92ാമത്തെ വയസ്സിലും ചുറുചുറുക്കോടെ ഇരിക്കുന്നു. നമ്മൾ ഇതിനാണ് പറയുന്നത്, എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന്. ഇനി എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ആയാലും നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചേ മതിയാകൂ. ശ്രീനിവാസന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.